സ്നേഹിച്ച് അവസാനം നിങ്ങളെ ഉപേക്ഷിച്ച് പോകുന്നവരെ വേണ്ട എന്ന് വെക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഒരു വിഡ്ഢിയാണ്. അറിഞ്ഞിരിക്കുക. ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നിങ്ങളെ സ്നേഹിച്ച് ഉപേക്ഷിച്ച് പോകുന്നവരുടെ മനസ്ഥിതി അനുസരിച്ച് അവർക്ക് നിങ്ങളോട് ഹൃദയത്തിൽ ഒട്ടും സ്നേഹം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ചില വ്യക്തികൾ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾ തിരിച്ച് അങ്ങോട്ട് അവരെയും സ്നേഹിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്നു അവർക്ക് നിങ്ങളോട് തിരിച്ച് സ്നേഹം ഉണ്ട് എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് അവരെ സ്നേഹിക്കുന്നത്. സ്നേഹിച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ നിങ്ങൾ അവർക്ക് അഡിക്റ്റായിത്തീരുന്നു. അപ്പോഴായിരിക്കും അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോകുന്നത്. നിങ്ങൾ വളരെയധികം വേദനിക്കാൻ ഇടയായിത്തീരുന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വേദനിക്കുകയല്ല വേണ്ടത്. നിങ്ങളോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവർ പോകില്ലായിരുന്നു. അപ്പോൾ നിങ്ങളോട് ഹൃദയത്തിൽ ഒട്ടും സ്നേഹമില്ലാത്തത് കൊണ്ട് മാത്രമാണ് അവർ പോയത് എന്ന് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. അല്ലാതെ എന്തുകൊണ്ടാണ് അവർ പോയത്, എൻ്റെ ഭാഗത്തെ പ്രശ്നം കൊണ്ടാണോ അവർ പോയത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അവരുടെ പുറകെ നിങ്ങൾ വീണ്ടും ഇങ്ങനെ നടക്കുകയാണെങ്കിൽ അവർ നിങ്ങളെ കൂടുതൽ വിഡ്ഢിയാക്കി പോകാനാണ് സാധ്യത കൂടുതൽ. നിങ്ങൾ വീണ്ടും അവരുടെ മുന്നിൽ വിഡ്ഢിയായിത്തീരും. നിങ്ങളെ വേണ്ടാത്തത് കൊണ്ടാണ് ആ വ്യക്തി പോയതെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. നിങ്ങളെ ആവശ്യമുള്ളവർ ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിച്ച് പോകില്ല. ഇത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ആവശ്യമില്ലാത്തവർ എന്തെങ്കിലും ചെറിയ കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ടോ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടോ അവർ പോവും. ഇതാണ് അതിൻ്റെ വേറൊരു അവസ്ഥ. നിങ്ങളെ മടുക്കുമ്പോഴും വെറുക്കുമ്പോഴും നിങ്ങളെ ഉപേക്ഷിച്ച് പോകണമെന്ന് അവരുടെ ഹൃദയത്തിൽ തോന്നുമ്പോഴുമാണ് അങ്ങനെ അവർ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ സാധിച്ചു എന്ന് വരില്ല. പക്ഷെ നിങ്ങൾ ഉൾക്കൊണ്ടാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ആ ബന്ധം കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകത്തില്ല. നിങ്ങൾ കൂടുതൽ വേദനയിലേക്ക് മാറിപ്പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള ബന്ധങ്ങൾ ഉപേക്ഷിച്ച് നിങ്ങൾ ഫ്രീ ആകുകയാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ജീവിതത്തിൽ ഒരു സത്യം നിങ്ങൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കണം. ഇക്കൂട്ടർ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ ഉറപ്പായും ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവും. അത് നേരത്തെ ആയി എന്ന് മാത്രം. ഇത് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങൾ എത്രമാത്രം ഇവരെ മുറുക്കി പിടിച്ച് മുന്നോട്ട് പോയാലും കുറച്ച് നാളുകൂടെയൊക്കെ ഇങ്ങനെ ആ ബന്ധം മുന്നോട്ട് പോകും. അതിനുശേഷം ഉറപ്പായും ഇവർ ഉപേക്ഷിച്ച് പോകും. അതാണ് ഈ ബന്ധത്തിൻ്റെ അവസാനമായി സംഭവിക്കാൻ പോകുന്നത്. അത് നേരത്തെ ആയി എന്ന് വെച്ച് നിങ്ങൾ ഒരിക്കലും വേദനിക്കരുത്. നിങ്ങൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളൊരു ചതിയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കുകയാണ് വേണ്ടത്. പലർക്കും ഇങ്ങനെ ചിന്തിക്കാൻ കഴിയാറില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായി നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ശരിക്കും അവർ ചെയ്യുന്നത് നിങ്ങളുടെ കൂടെ നടന്ന് നിങ്ങളെ സ്നേഹിച്ച് അല്ലെങ്കിൽ നിങ്ങളോട് കൂടെ നടന്ന് നിങ്ങളോട് സ്നേഹം അഭിനയിച്ചുകൊണ്ട് നിങ്ങളെ വെറും ഒരു വിഡ്ഢിയാക്കി അവർ പോവുകയാണ് ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ അവർ നിങ്ങളെ സ്നേഹിക്കുകയോ അവർക്ക് നിങ്ങളെ ആവശ്യം ഉള്ള ഒരവസ്ഥയോ സംഭവിച്ചിട്ടില്ല. നിങ്ങളോട് അല്പമെങ്കിലും സ്നേഹമുള്ള ആർക്കും അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തെ മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് നിങ്ങളെ ഉപേക്ഷിച്ച് പോകാൻ സാധിക്കത്തില്ല. ചില വ്യക്തികളൊക്കെ ഉണ്ട്, നിങ്ങളുടെ കൂടെ നടക്കും. ഇന്ന് കൂടെ നടന്നു കഴിഞ്ഞാൽ നാളെ പെട്ടെന്ന് അവരുടെ ഭാവം മാറും. അവർ വേറെ എന്തോ അവസ്ഥയിലായിത്തീർന്നു. പിന്നെ നിങ്ങളെ ഇഷ്ടമില്ലാത്തൊരു അവസ്ഥയിലായിത്തീരുന്നു വളരെ പെട്ടെന്ന്. ഇങ്ങനെ വളരെ പെട്ടെന്ന് നിങ്ങളെ ഉപേക്ഷിച്ച് പോകുന്ന വ്യക്തികളൊക്കെ ഒട്ടും നിങ്ങളോട് സ്നേഹമില്ലാതിരുന്നവരാണ്. അവരൊക്കെ വെറും കള്ളന്മാരാണ്. എന്നെ ഉപേക്ഷിച്ച് കളയേണ്ട സമയം അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അതിനുവേണ്ടിയാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. പിന്നെ ഒരിക്കലും അവരെ നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ട് നടക്കരുത്. അത് നിങ്ങൾക്ക് പിന്നീട് കൂടുതൽ വേദന ഏൽക്കാൻ ഇടയെത്തിയും. വെറും ചതിയന്മാരാണ്. ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങളോട് ഹൃദയത്തിൽ ഒട്ടും സ്നേഹമില്ലാത്തവർ ചെറിയൊരു കാരണം കിട്ടുമ്പോഴേക്കും അല്ലെങ്കിൽ ചെറിയൊരു കാരണം ഉണ്ടാക്കി തന്നെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ളവരെ കൊണ്ട് ഭാവിയിൽ നിങ്ങൾക്ക് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. അവർ പോകുന്ന വഴി പോകട്ടെ എന്ന് വെക്കുക. അല്ലെങ്കിൽ നേരത്തെ പോയി കിട്ടിയത് ഭാഗ്യം എന്ന് വെക്കുക. നിങ്ങൾ ഒരു സ്നേഹബന്ധത്തിൽപ്പെട്ടു, ആ സ്നേഹബന്ധം തകരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കണം. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ വേദനിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയി അവസാനം നിങ്ങൾ ഡിപ്രഷനിലായി തീരും. അല്ലെങ്കിൽ എന്താണ് അങ്ങനെ സംഭവിച്ചത്, അവൻ എന്തുകൊണ്ട് ഉപേക്ഷിച്ച് പോയി, അല്ലെങ്കിൽ അവൾ എന്തുകൊണ്ട് ഉപേക്ഷിച്ച് പോയി, എന്തുകൊണ്ട് ഇതിൽ സംഭവിച്ചു എന്നൊക്കെ നിങ്ങളിങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. യാതൊരു പ്രയോജനം ഉണ്ടാവത്തില്ല. മറ്റേ വ്യക്തി അവിടെ പോയി അടിച്ചു പൊളിച്ച് അവരുടെ വഴിയിലൂടെ സഞ്ചരിക്കും. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. വേദന നിങ്ങൾക്ക് മാത്രമായിരിക്കും. നിങ്ങളെ വേദനിപ്പിച്ച് പോകുന്ന ഒരു വ്യക്തികളും നിങ്ങളെ ഓർത്ത് വേദനിക്കുന്നില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. അവർക്ക് മറ്റ് കാര്യങ്ങളാണ് വലുത്. അവർക്ക് അവരുടെ ലോകമാണ് വലുത്. നിങ്ങളുടെ അവസ്ഥകൾ മനസ്സിലാക്കാൻ അവർക്കൊട്ടും താല്പര്യമില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ജീവിതത്തിൽ. അപ്പോൾ നിങ്ങളുടെ സന്തോഷം നിങ്ങൾ തന്നെ കണ്ടെത്തി മുന്നോട്ട് പോകുക. അവിടെയാണ് നിങ്ങളുടെ വിജയം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.